ഇവിടെ y1 is equal to 6 തന്നിട്ടുണ്ട്. For each n in n, define yn plus 1 is equal to 2n minus 6 by 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ given conditions അതൊക്കെയാണ്. Given y1 is equal to 6 and yn plus 1 is equal to 2yn minus 6 by 3. അപ്പോൾ ഇങ്ങനെ തന്നാലും നമുക്ക് എന്നിന് 1 കൊടുക്കുമ്പോൾ y2 കിട്ടും അല്ലേ, എന്നിന് ഇവിടെ 1 കൊടുക്കുമ്പോൾ y2 കിട്ടും, എന്നിന് 2 കൊടുക്കുമ്പോൾ y3 കിട്ടും, y4 കിട്ടും. ഇവിടെ y1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാ ന്യൂമറിക്കൽ വാല്യൂസും കിട്ടും. നമുക്ക് 6 2 അങ്ങനെ ഒരു സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ സീക്വൻസിനാണ് ഇങ്ങനെ തന്നിരിക്കുന്നത്, ജനറലൈസ് ചെയ്ത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? യൂസ് ഇൻഡക്ഷൻ ടു പ്രൂവ് ദാറ്റ് ദ സീക്വൻസ് സാറ്റിസ്ഫൈസ് yn ഗ്രേറ്റർ ദാൻ -6. yn ഗ്രേറ്റർ ദാൻ -6 എന്നാ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം we have y1 is equal to 6 അല്ലേ. 6 ആരെക്കാളും വലുതാണ്? -6 വലുതാണ്. അപ്പോൾ ദാറ്റ് ഈസ് y1 ഗ്രേറ്റർ ദാൻ -6 അല്ലേ. ഇതിന്റെ മീനിങ് എന്താ? The result is true when n is equal to 1 അല്ലേ. അപ്പോൾ n is equal to ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ്. yn ഗ്രേറ്റർ ദാൻ -6 പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ yn ഗ്രേറ്റർ ദാൻ എന്നിന് വരെ 1 വന്നു, y1 ഗ്രേറ്റർ ദാൻ -6 എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി അല്ലേ. 6 -6 വലുതായിരുന്നു. അപ്പോൾ the result is true when n is equal to 1. അടുത്ത സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക? സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ അസ്യൂം ചെയ്യണം അല്ലെ. എന്താ അസ്യൂം ചെയ്യണം? assume the result is true. Assume the result is true for n is equal to a particular natural number k. So assume yk greater than -6 for some positive integer k, for some natural number k. ഇനി എന്ത് ചെയ്യാം? yk plus 1. അപ്പോൾ ഇത് നമ്മൾ ആദ്യം y1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു, yk ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. അടുത്ത് yk plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. yk plus എന്നിന് 1 കൊടുക്കുമ്പോൾ അല്ലല്ലേ, നമുക്കിവിടെ ഈ ഒരു നമുക്ക് വേണ്ടതാണ് y1 ഗ്രേറ്റർ ദാൻ -6 എന്നല്ലേ കാണിക്കണ്ടേ, ശരിയല്ലേ? അപ്പോൾ ഇവിടെയാണ് ഇതാണ് കാണിക്കേണ്ടത്. ഇത് അവർ തന്നിരിക്കുന്ന കണ്ടീഷനാണ്. കാണിക്കേണ്ടത് yn ഗ്രേറ്റർ ദാൻ -6 എന്നാണ്. അതായത് y1 ഗ്രേറ്റർ ദാൻ -6 ആകുമ്പോഴാണ് n is equal to 1 ട്രൂ ആവുന്നത്. നമുക്ക് ഇതല്ല പ്രൂവ് ചെയ്യേണ്ടത്, ഇത് അവർ തന്നിട്ടുള്ള കണ്ടീഷനാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കണ്ടീഷൻ ഇതല്ല, ഇത് അവർ സീക്വൻസിന്റെ ടേംസിനെ മനസ്സിലാക്കാൻ വേണ്ടി തന്നിരിക്കുന്ന കണ്ടീഷനാണ്. പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് yn ഗ്രേറ്റർ ദാൻ -6 ആണ്. yn ഗ്രേറ്റർ ദാൻ -6 എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് y1 ഗ്രേറ്റർ ദാൻ -6 എന്ന് പ്രൂവ് ചെയ്തു. പിന്നെ yk ഗ്രേറ്റർ ദാൻ -6 എന്ന് അസ്യൂം ചെയ്തു. അടുത്തെന്താ? yk plus 1 ഗ്രേറ്റർ ദാൻ -6 എന്ന് പ്രൂവ് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. അപ്പോൾ yk ഗ്രേറ്റർ ദാൻ -6 എന്ന് അസ്യൂം ചെയ്തു. നമുക്ക് അടുത്ത് പ്രൂവ് ചെയ്യേണ്ടത് yk plus 1 ഗ്രേറ്റർ ദാൻ -6 എന്ന് പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യേണ്ടതാണ്, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അല്ല, ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണിത്. നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിൽ മാത്രം ഇത് മതി. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം? അല്ല, മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ
നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് റിസൾട്ട് ഈസ് ട്രൂ വെൻ n is equal to k plus 1 എന്നാണ് അല്ലേ. the result is true when n is equal to k plus 1 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് റിസൾട്ട് ഇതാണ് yk plus 1 greater than -6 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. yk plus 1 greater than -6 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് കൺസിഡർ what is yk plus 1? yk plus 1 തന്നിട്ടുണ്ട്, yn plus 1 തന്നിട്ടുണ്ട്. എത്രയെന്നാ 2yn minus 6/3. അപ്പോൾ 2yk minus 6/3 അല്ലേ yk plus 1. ഇനി നമ്മുടെ ഈ അസംഷൻ രണ്ടാമത്തെ സ്റ്റെപ്പിൽ അസംഷൻ യൂസ് ചെയ്തിട്ട് വേണം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ yk ഗ്രേറ്റർ ദാൻ -6 ആണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യാൻ പോകണം. yk ഗ്രേറ്റർ ദാൻ -6 yk ഗ്രേറ്റർ ദാൻ -6 എന്ന ലൈൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാം. ഇവിടെ yk ഗ്രേറ്റർ ദാൻ -6 ആകുമ്പോൾ ഈ ഇക്വാലിറ്റി ഇൻഇക്വാലിറ്റി ആയിട്ട് മാറും. എങ്ങനെയാ? ഗ്രേറ്റർ ദാൻ 2 into -6/3. അതായത് yk plus 1 greater than 2 into -6 -12 അല്ലേ, -12 minus 6 minus 18/3 എന്തായി? yk plus 1 greater than -6 ആയല്ലോ. yk plus 1 greater than -6. Thus the result is true. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ എഴുതിക്കണം? സിൻസ് yk greater than -6 using our assumption അല്ലേ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അസ്യൂം ചെയ്തതാണ്, ശ്രദ്ധിക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അസ്യൂം ചെയ്താണ്. ഇൻഡക്ഷന്റെ മെത്തേഡ് അങ്ങനെയാണ് അല്ലേ. ആ അസംഷൻ ആണ് ഇവിടെ യൂസ് ചെയ്തത്. Thus the result is true when n is equal to k plus 1. Hence by induction the result is true for all n in n natural. That is yn greater than -6 for all n belongs to n. ഉള്ളൂ. Hence the result is true. ഇനി അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? use second question, use induction argument to show that the sequence is decreasing. നമ്മൾ ഇന്നലെ ഇൻക്രീസിങ് ഡിക്രീസിങ് സീക്വൻസ് പറഞ്ഞായിരുന്നോ? പറഞ്ഞു. അപ്പോൾ ഡിക്രീസിങ് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ഇവിടെ ഡിക്രീസിങ് പറയാൻ വേണ്ടി അല്ലേ. നമുക്ക് ഡിക്രീസിങ് പറയാൻ വേണ്ടിയിട്ട് എന്താ പ്രൂവ് ചെയ്യണ്ടേ? ഡിക്രീസ് ഇപ്പോൾ ഒരു സീക്വൻസ് ഇങ്ങനെ ഇരിക്കുന്ന സീക്വൻസ് yn എന്നൊരു സീക്വൻസ് എങ്ങനെ ഇരിക്കും? y1 y2 y3 y4 y5 ഇങ്ങനെ പോകുന്നതാണല്ലോ yn എന്ന സീക്വൻസ്. ഈ സീക്വൻസ് ഡിക്രീസിങ് എന്ന് പറയണമെങ്കിൽ എന്തൊക്കെ പറയണം? ഈ സീക്വൻസ് ഡിക്രീസിങ് എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? y അതായത് ഓരോ ടേമും yk plus 1 ജനറലായിട്ട് പറഞ്ഞാൽ എന്ത് ടേം അല്ലെ ഡിക്രീസിങ് എന്ന് പറഞ്ഞാൽ എന്ത് ടേം n+1 ടേമിനേക്കാളും
വലുതോ ഈക്വൽ ആയിരിക്കും. ഇതല്ലേ ഡിക്രീസിങ്ങിന്റെ മീനിങ്. നമ്മൾ ഇന്നലെ അങ്ങനെയല്ലേ പറഞ്ഞത്. ഡിക്രീസിങ് എന്ന് വെച്ചാൽ എന്താണ്? y1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു y2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു y4 ഇങ്ങനെ പോകുന്നതല്ലേ ഡിക്രീസിങ് എന്ന് വെച്ചാൽ. അപ്പോൾ ഇത് ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യാൻ എന്ത് പറഞ്ഞാൽ മതി? yn greater than or equal to yn plus for all n. yn greater than or equal to yn plus 1 for all n. ഇതാണ് പറയേണ്ടത്. For all small n element of capital natural number. yn greater than or equal to yn plus 1 for all small n element of capital. ആക്ച്വലി ഇങ്ങനെ പോകുന്നത് y1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു y2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു y4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അടുത്തടുത്തുള്ള ടേംസിനേക്കാൾ അല്ലേ അടുത്തുള്ള ടേംസുകൾ കുറഞ്ഞു വരുന്നതാണ് ഡിക്രീസിങ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഈ സ്റ്റെപ്പാണ് ഏതാ? yn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു yn പ്ലസ് 1 ഫോർ ഓൾ n എലമെന്റ് ഓഫ് ക്യാപിറ്റൽ. ഡിക്രീസിങ് എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസ് ഡിക്രീസിങ് എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് ഈ ലൈൻ പ്രൂവ് ചെയ്താൽ മതി. yn greater than or equal to yn plus 1 n1 for all n in n. ശരി, ഇനി ഈ നോക്കുക. ഇനി നമ്മുടെ പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഇത് പ്രൂവ് ചെയ്യാൻ ഇൻഡക്ഷൻ ഉപയോഗിക്കുന്ന നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടി വരും? ഫസ്റ്റ് സ്റ്റെപ്പിൽ അല്ല, ടു പ്രൂവ് the statement is true when n is equal to 1 അല്ലേ? n is equal to 1 ന് പ്രൂവ് ചെയ്യാൻ പ്രൂവ് ചെയ്താൽ മതി while അല്ലേ y1 greater than or equal to y1 plus 1 എന്ന് പ്രൂവ് ചെയ്താൽ മതിയല്ലേ? y1 greater than or equal to y2 ന് y1 greater than or equal to y2 എന്ന് പ്രൂവ് ചെയ്താൽ n is equal to 1 ന് പ്രൂവ് ആയി. അടുത്ത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? അസ്യൂം ചെയ്യും. എന്ത് അസ്യൂം ചെയ്യും? the result is true for n is equal to k എന്ന് അസ്യൂം ചെയ്യും. എന്ന് വെച്ചാൽ yk greater than or equal to yk plus 1 എന്ന് അസ്യൂം ചെയ്യും. yk greater than or equal to yk plus 1 എന്ന് അസ്യൂം ചെയ്യും. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് പ്രൂവ് ചെയ്യണം അല്ലെ? the result is true when n is equal to k plus 1 ന് ട്രൂ എന്നാ പ്രൂവ് ചെയ്യേണ്ട അല്ലെ? അതായത് ഇവിടെ k plus 1 n ന്റെ പ്ലേസിൽ k plus 1 കാരണം ഇപ്പൊ എന്താണ്? yk plus 1 greater than or equal to yk plus 1 plus 1 അല്ലെ? എന്ന് വെച്ചാൽ k plus 2. അപ്പോൾ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താ? മൂന്നാമത്തെ സ്റ്റെപ്പിൽ പ്രൂവ് ചെയ്യേണ്ടത് yk plus 1 greater than or equal to yk plus 2 എന്നാണ്. yk plus 1 greater than or equal to yk plus 2 എന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ഇൻഡക്ഷൻ വെച്ച് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? yn greater than or equal to yn plus 1 for all n in n. ഇത് പ്രൂവ് ചെയ്യാൻ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യാൻ അവർ പറയണേ. അപ്പോൾ n is equal to 1 ന് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഇവിടെ n ന് 1 കൊടുക്കുന്നത് y1 greater than or equal to y2 എന്ന് പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ yk greater than or equal to yk plus 1 എന്ന് അസ്യൂം ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അസംഷൻ ആണ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ yk plus 1 greater than or equal to yk plus 2 എന്ന് പ്രൂവ് ചെയ്യണം. ഈ മൂന്ന് സ്റ്റെപ്പുകളേ ഉള്ളൂ. നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ടു പ്രൂവ് ദ റിസൾട്ട് ഈസ് ട്രൂ when n is equal to 1 എന്നല്ലേ? അല്ലേ? ആദ്യം അതും എഴുതാം. Here we want to prove that here we prove that yn greater than or equal to yn plus 1
ഫോർ ഓൾ എൻ. ഇതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാൻ. ഫോർ ഓൾ എൻ ഇൻ എൻ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യം റിസൾട്ട് ഈസ് ട്രൂ ഫോർ n is equal to 1 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. വി ഹാവ് ഇവിടെ given y1 എത്ര തന്നിട്ടുള്ളത്? given y1 is 6 ആണ്. ആൾസോ നമുക്ക് വേറൊരു കാര്യം തന്നിട്ടുണ്ട്. എന്താ? yn plus 1 is equal to 2yn minus 6/3 എന്നല്ലേ. ഇവിടെ n-ന് 1 കൊടുത്ത് എന്താവും? y2 ആവും അല്ലേ. ഇവിടെ n-ന് 1 കൊടുത്താൽ puts n is equal to 1 in yn plus 1 is equal to 2yn minus 6/3. then that is y1 n-ന് 1 കൊടുത്ത y1 plus 1 ആവും അല്ലേ. 2y1 minus 6/3 that is y2 is equal to 2 into y തന്നിട്ടുള്ളതാണ്. 2 into 6 12 minus 6/3 is equal to 6/3 2. y2 is equal to 2. അപ്പോ ഇത് ആരെക്കാളും ചെറുതാണ്? 6-നേക്കാളും ചെറുതല്ലേ. അപ്പോ 6 എന്ന് വെച്ചാൽ y1 അല്ലേ. അപ്പോ y2 ലെസ് ദാൻ y1 ശരിയല്ലേ. ദാറ്റ് ഈസ് y2 അല്ലെങ്കിൽ y1 ഗ്രേറ്റർ ദാൻ y2. y1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു y2. മതിയല്ലോ. So the result is true. So the result is true. Right. Result is true when n is equal to 1. Right. എന്ന് വെച്ചാൽ എന്താ? y1 greater than y1 plus 1 എന്നല്ലേ. അപ്പോൾ ഇല്ലേ n is equal to 1 ട്രൂ ആയ. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ അസ്യൂം ചെയ്യുക? Assume the result is true when n is equal to k. Assume the result is true when n is equal to k. n is equal to k ക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാനാണ് പറയുന്നത്. ദാറ്റ് ഈസ് എന്താ? yn greater than or equal to yn plus 1. സോറി ഇതാണ് റിസൾട്ട്. ആ റിസൾട്ടിൽ n-ന് k കൊടുക്കുമ്പോൾ yk greater than or equal to yk plus 1 for some k in n. ഇനി തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം? yk plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. നമുക്ക് ഇതാ പ്രൂവ് ചെയ്യണ്ടേ. ദ റിസൾട്ട് ഈസ് ഫസ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് ഇതാണ്. ദ റിസൾട്ട് ഈസ് ട്രൂ when n is equal to k plus 1. എന്ന് വെച്ചാൽ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? yk plus 1 greater than y ഇതല്ലേ പ്രൂവ് ചെയ്യേണ്ട. yk plus 1 plus 1 അല്ലെ. n-ന്റെ പ്ലേസിൽ k plus 1 കൊടുക്കുമ്പോൾ എങ്ങനെ വരുള്ളൂ? yk plus 1 yn greater than or equal to yk. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതല്ലേ. yn greater than or equal to yn plus 1 എന്നാ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ n-ന് k plus 1 ആകുമ്പോൾ ഇവിടെ k plus 1 ഇവിടെയും k plus 1. അപ്പോൾ yk plus 1 greater than or equal to yk plus 1 plus 1 means yk plus 2. So അതായത് ഈ ലൈൻ therefore എന്ന് പറഞ്ഞ ഈ ലൈൻ എഴുതണമെങ്കിൽ നമ്മളെ കയ്യിൽ yk plus 1 greater than or equal to yk plus 2 എന്ന ലൈൻ വേണം. yk plus 1 greater than or equal to yk plus 2 ആണ് എത്തിച്ചേരേണ്ടത്. അപ്പോൾ കൺസിഡർ what is yk plus 1? yk plus 1 എന്താ? നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ ഗിവൺ ആണ്? 2yk minus 6/3 എന്നല്ലേ. ഇതല്ലേ yk plus 1. ഇത് ഗ്രേറ്റർ ദാൻ yk plus 2 എന്നാണ് കാണിക്കേണ്ടത് അല്ലേ.
നമ്മൾ ഇവിടെ നോക്കിയേ, ഇവിടെ എന്താ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്? ഈ വൈ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ കെ പ്ലസ് വൺ എന്നല്ലേ. അപ്പൊ ഈ വൈ കെയുടെ പ്ലേസിൽ ഞാൻ വൈ കെ പ്ലസ് വൺ കൊടുക്കണമെങ്കിൽ ഈ ഇക്വാളിറ്റി ഇൻഇക്വാളിറ്റി ആയിട്ട് മാറും. എങ്ങനെയാ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 into yk plus 1 minus 6 by 3. That is yk plus 1 greater than or equal to 2 into yk plus 1 അല്ലേ? 2 into yk plus 1 minus 6 by 3. നോക്കുക, ഈ സൈഡിലെ 2 into yk plus 1 minus 6 by 3 നോക്കിയേ. 2 into yn minus 6 by 3 നെ yn plus 1 എന്നല്ലേ വിളിക്കുന്നത്. അപ്പൊ 2 into yk minus 6 by 3 നെ yk plus 1 എന്നല്ലേ നമ്മൾ വിളിക്കുള്ളൂ. ഇവിടെ ആരായിരിക്കുന്നത്? ഇവിടെ k plus 1 ആയിരിക്കും അല്ലേ. അപ്പൊ ഇവിടെ 2 into yk plus 1 minus 6 നെ നമ്മൾ എന്തേ വിളിക്കുള്ളൂ? minus 6 by 3 നെ 2 into, ശ്രദ്ധിക്കണം, 2 into yn minus 6 by 3 നെ yn plus 1 എന്ന് വിളിക്കും. 2 into yn plus 1 minus 6 by 3 നെ yn plus 2 എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ 2 into yk plus 1 minus 6 by 3 നമ്മൾ എന്ത് വിളിക്കും? ഈക്വൽ ടു yk plus 2. അപ്പോ നമ്മുടെ ഈ സ്റ്റെപ്പ് ആയല്ലോ. yk plus 1, ലെഫ്റ്റ് സൈഡ് yk plus 1, yk plus 1 greater than or equal to yk plus 2. Hence, therefore, the result is true. Therefore, the result is true when n is equal to k plus 1. ശരിയായോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ റിസൾട്ട് n is equal to 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. n is equal to k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. Thus, by mathematical induction, hence by induction, the result is true for all n in n. Hence, by induction, the result is true. The result is true for all n belongs to natural number set. That is yn plus 1 great yn greater than or equal to yn plus 1 for all n belongs to n. So nth ടേം n plus 1th ടേമിനേക്കാളും വലുതായിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാ n-നും ശരിയായിരിക്കും എന്ന് കൂടി പറഞ്ഞാൽ the sequence yn is decreasing, is a decreasing sequence. ഇതാണല്ലോ പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നത്. ഡിക്രീസിങ് സീക്വൻസ് ആണെന്ന് പ്രൂവ് ചെയ്യാനല്ലേ പറഞ്ഞിരുന്നത്. നെക്സ്റ്റ് നിങ്ങളുടെ എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ്. let f of x is equal to x square. Let f of x is equal to x square.
if a is equal to closed interval 0 to closed interval 0 to 0 മുതൽ 2 വരെയുള്ള എല്ലാം റിയൽ നമ്പേഴ്സ് അല്ലേ and b is equal to closed interval 1 4 find then find f of a and f of b find f of a and f of b thus f of a intersection b is equal to f of a intersection f of b f of a union b is equal to f of a union f of b and f a closed interval 0 to b closed interval 1 4 find f of a and f of b അല്ലേ നമുക്കറിയാലോ വാട്ട് ഈസ് f of x എന്ന് വെച്ചാൽ എന്തെന്നറിയാം അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് f of a എന്ന് വിചാരിക്കണം we have f of a എന്താ ഒരു സെറ്റ് a അപ്പോൾ f of a is equal to എന്താണ് f of a എയിലുള്ള എലമെന്റ്സുകളുടെ ഇമേജ് എന്നല്ലേ f of a എയിലുള്ള എലമെന്റ്സുകളുടെ ഇമേജ് അല്ലേ സെറ്റ് ഓഫ് ഓൾ small f of small x such that x belongs to capital A എന്നുള്ളതാണ് ശരിയല്ലേ അപ്പോൾ ഒരു റിയൽ നമ്പർ ഇവിടെ റിയൽ നമ്പറിന്റെ സബ്സെറ്റ് ആയിട്ടാണ് ഇതൊക്കെ എടുത്തിരിക്കുന്നത് വിചാരിക്കുക അങ്ങനെയാണ് ഇനി നമ്മളിങ്ങനെ പറയുമ്പോഴൊക്കെ അങ്ങനെയാണ് ഇവിടെയാണ് ഇതിനകത്താണ് എ വന്നിരിക്കുന്നത് ഇത് റിയൽ നമ്പർ സെറ്റ് ഇതിനകത്താണ് എ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ എയിൽ നിന്ന് പോകുന്നു വിചാരിക്കുക ഇവിടെയുള്ള ആൾക്കാരുടെ മൊത്തം ആൾക്കാരുടെ ഇമേജ് ആണ് ഇതല്ലേ ഇവിടെ ഒരു എക്സ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു എക്സ് ഉണ്ടെങ്കിൽ ആ എക്സിന്റെ ഇമേജ് ആണ് ഇവിടെ ഉണ്ടാവുക അപ്പോൾ ഇമേജസിന്റെ കളക്ഷൻ ആണ് എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എ ഉദ്ദേശിക്കുന്നത് എയിലുള്ള മുഴുവൻ എലമെന്റ്സുകളുടെയും ഇമേജസിന്റെ കളക്ഷൻ അപ്പോൾ നമുക്കിവിടെ ചോദിക്കുന്ന ഫസ്റ്റ് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും എന്താ എഫ് ഓഫ് എ വാട്ട് ഈസ് എ ഇവിടെ എ എന്താ ക്ലോസ്ഡ് ഇന്റർവൽ 0 to അല്ലേ ക്ലോസ്ഡ് ഇന്റർവൽ 0 to എന്ന് വെച്ചാൽ എ എന്ന് വെച്ചാൽ ആരാണ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് റിയൽ നമ്പർ ആണ് സച്ച് ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇതാണ് ക്ലോസ്ഡ് ഇന്റർവൽ 0 to അല്ലേ നമ്മുടെ റിയൽ ലൈൻ ഇതാണ് ഇവിടെ 0 ഇവിടെ 1 ഇവിടെ 2 ഇങ്ങനെ ഉണ്ടെങ്കിൽ 0 മുതൽ 2 വരെയാണ് അല്ലേ 0 to എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവൽ 0 to വന്നെങ്കിലോ a is equal to open interval 0 to വന്നെങ്കിൽ നിങ്ങൾ എന്ത് എഴുതും set of all x belongs to R such that 0 less than x less than 2 ആണ് ഇവിടെ ക്ലോസ്ഡ് ആൻഡ് ഈക്വൽ ടു വരും അല്ലേ അപ്പോൾ നമുക്ക് ചോദിക്കുന്നത് എഫ് ഓഫ് എ വാട്ട് ഈസ് എഫ് ഓഫ് എ എഫ് ഓഫ് എ എന്നാണ് സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് such that x in a അല്ലേ എന്നുവെച്ചാൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് എന്ന് വെച്ചാലാണ് സെറ്റ് ഓഫ് ഓൾ എഫ് എക്സ് എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ സച്ച് ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് അപ്പോൾ എഫ് ഓഫ് എ എന്ത് വരും
എക്സ് സ്ക്വയർ അല്ലേ, എക്സ് സ്ക്വയർ വരുമ്പോൾ ആര് വരും, ഇവിടെയുള്ള ആൾക്കാരുടെ സ്ക്വയർ അല്ലേ, ഇതിനകത്തുള്ള ആൾക്കാരുടെ സ്ക്വയർ ആണ് അല്ലെ. 0 മുതൽ 2 വരെയുള്ള ആൾക്കാർ, 0ന്റെ സ്ക്വയർ 0 വരും, 2ന്റെ സ്ക്വയർ എന്ത് വരും, 4 വരും അല്ലെ. അപ്പോ set of all x square such that 0 less than or equal to x square less than or equal to 4 ആവൂലേ. ഇവിടെ സ്ക്വയർ ചെയ്യുക, ഇവിടെ സ്ക്വയർ ചെയ്യുക, ഇവിടെ സ്ക്വയർ ചെയ്യുക അല്ലെ. ഇവിടെ 0ന് സ്ക്വയർ ചെയ്യുക, എക്സിന് സ്ക്വയർ ചെയ്യുക, 2ന് സ്ക്വയർ ചെയ്യുക. അപ്പോൾ എന്തായി, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അപ്പോൾ നമ്മുടെ ഈ സെറ്റ് വരുമ്പോൾ എന്തായിട്ട് വരും, is equal to set of all x such that 0 less than or equal to x less than or equal to 4 ആവുമല്ലോ. അപ്പോൾ അത് ഏത് സെറ്റാ, ക്ലോസ്ഡ് ഇന്റർവൽ 0 4 എന്ന സെറ്റ് ആവുമല്ലോ. എഫ് ഓഫ് എ, അടുത്ത് എഫ് ഓഫ് ബി, വാട്ട് ഈസ് എഫ് ഓഫ് ബി, what is f of b, set of all x set of all f of x set of all f of x such that x belongs to b എന്നല്ലേ. അപ്പോൾ നമ്മുടെ ബി ആര് എവിടെ, ഇവിടെ ബി എന്നുള്ളത് സെറ്റ് 1 4 ആണ്. എന്ന് വെച്ചാൽ 1 മുതൽ 4 വരെയുള്ള റിയൽ നമ്പേഴ്സ് ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് such that 1 less than or equal to x less than or equal to 4. നമ്മുടെ റിയൽ ലൈൻ 0 1 2 3 4, അപ്പോൾ 1 മുതൽ 4 വരെയുള്ള റിയൽ നമ്പേഴ്സ്. f of b is equal to set of all f of x such that 1 less than or equal to x less than or equal to 4. f of b is equal to f of x is x square such that 1 less than or equal to x less than or equal to 4. അപ്പോൾ ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ ആരൊക്കെ വരും, set of all x such that 1 less than or equal to x, 1ന്റെ സ്ക്വയർ 1, 4ന്റെ സ്ക്വയർ 16 വരും അല്ലേ. അപ്പോൾ ആരെ വരാ, 1 മുതൽ 16 വരെയാണ് അല്ലേ. f of b is equal to 160. ഇനി ഏതാ ചോദിച്ചിരിക്കുന്നത്, എഫ് ഓഫ് എ ഇന്റർസെക്ഷൻ ബിയും എഫ് ഓഫ് എ ഇന്റർസെക്ഷൻ എഫ് ഓഫ് ബിയും ഈക്വൽ ആണോ, എഫ് ഓഫ് എ യൂണിയൻ ബിയും എഫ് ഓഫ് എ യൂണിയൻ എഫ് ഓഫ് ബി ഈക്വൽ ആണോ. അടുത്ത് എ ഇന്റർസെക്ഷൻ ബി കാണുക. എന്താ എ ഇന്റർസെക്ഷൻ ബി, ഇവിടെ റിയൽ ലൈൻ ഇതാ, 0 ഇവിടെ വരുന്നു, ഇവിടെ 1 2 3 4 5. അപ്പോൾ എ എന്ന് പറയുന്നത് 1 0 0 2 ആണല്ലേ, 0 2 ആണ് എ. അടുത്ത് 1 4 ആണ് ബി, 1 4 ആണ് ബി. അപ്പോൾ എ യൂണിയൻ ബി എന്താവും, A union B is equal to 0 2 union 1 4. എന്താവുക, 0 4 എന്നാവും അല്ലേ. ഇവിടെ മുതൽ ഇവിടെ വരെയല്ലേ. ഇനി എഫ് ഓഫ് എ യൂണിയൻ ബി കാണുക. ഞാൻ ബാക്കി ചെയ്യുന്നില്ല, ഹോംവർക്ക് ആയിട്ട് തരാം, ബാക്കി നാളെ ഞാൻ ചെയ്തോളാം. നിങ്ങൾ